റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PM ശ്രീ വിവാദം കത്തുന്നതിനിടെ UDFന്റെ വാദം പൊളിക്കുന്ന രേഖകൾ റിപ്പോർട്ടർ ലഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന് തുക അനുവദിച്ചത് PM ശ്രീ പദ്ധതി പ്രകാരമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. സൗജന്യ ടെക്സ്റ്റ് ബുക്കിനും യൂണിഫോമിനുമായി നൽകുന്ന തുക സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിലാണ് വരുന്നത്. മാർച്ചിലും മെയിലും അനുവദിച്ച തുകയുടെ മിനിറ്റ്സ് റിപ്പോർട്ടറിന് ലഭിച്ചു. PM ശ്രീ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത്. പദ്ധതിയുടെ ഭാഗമായി ഒന്നും സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ല എന്നും കരാറിൽ നിന്ന് പിന്മാറാൻ ഒരു തടസ്സവുമില്ല എന്നും ശിവൻകുട്ടി പറയുന്നു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യവും കേരളം സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള വിഹിതം വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാൻ സാധ്യമല്ല എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു നില വന്നപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം നൽകുന്നതിന് വേണ്ടി തയ്യാറായത്. PM ശ്രീയും ഈ തുകയുമായി യാതൊരു ബന്ധവുമില്ല. SSKയും PM ശ്രീ ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒട്ടും മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ രണ്ട് SSK മുഖാന്തരം 92 കോടി രൂപയൊക്കെ അനുവദിച്ചതിൻ്റെ ഞാൻ രേഖ കാണിച്ചല്ലോ. അതിൽ ഒരു സ്ഥലത്ത് പോലും PM ശ്രീയുടെ കാര്യം പറയുന്നില്ല. രണ്ടും രണ്ട് പ്രോജക്റ്റാണ്. UDFന്റെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പോലെ PM ശ്രീ എന്നുള്ള നിലയിൽ ഒരു കാശ് പോലും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കേരളം വാങ്ങിയിട്ടില്ല. PM ശ്രീയിൽ മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലവും പുറത്തുവരികയാണ്. ധാരണാപത്രം ഒപ്പിട്ട ശേഷം PM ശ്രീ നടപ്പാക്കാൻ കേരളം താൽപര്യം കാട്ടിയില്ല എന്നാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. ഗോപാൽ ഷിരാസനിലും നോബിൾ മാരിക്കാരനും വിവരങ്ങളുമായുണ്ട്. ആദ്യം ഗോപാൽ ഷിരാസനിലേക്കാണ്. ഗോപാൽ, ഇപ്പോൾ SSK ഫണ്ട് കിട്ടിയിട്ടുണ്ട്. SSK ഫണ്ട് കിട്ടിയത് PM ശ്രീ ഒപ്പിട്ടത് കൊണ്ടാണ്. ഇതാണ് നേരത്തെ ശിവൻകുട്ടി പറഞ്ഞിരുന്ന വാദം. അല്ലെങ്കിൽ SSK ഫണ്ട് കിട്ടുമായിരുന്നില്ല. അല്ലാതെ PM ശ്രീ ഇപ്പോൾ ഒളിച്ചുപോയി ഒപ്പിടേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോഴെന്താണ് പറയുന്നത്? സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ SSK ഫണ്ടിന് വേണ്ടിയാണ് PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് എന്ന കാര്യം V. ശിവൻകുട്ടി അന്നും പറയുന്നു, ഇന്നും പറയുന്നു. പക്ഷേ ഇതിൽ അദ്ദേഹം ചെറുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് PM ശ്രീ പദ്ധതി ഒപ്പിട്ടു എന്ന് കരുതി PM ശ്രീയുടേതായി ഒരു രൂപ പോലും സർക്കാർ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ വാദങ്ങളെ പൊളിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹം ഈ ദിവസം അല്ലെങ്കിൽ ഈ നീക്കങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ രേഖകൾ പ്രകാരം അതിൽ പറയുന്നത് ഏറ്റവും അവസാനമായി ലഭിച്ച 205 കോടി രൂപ, 99 കോടിയും 106 കോടി രൂപയും അത് സർക്കാരിന് ലഭിച്ചിട്ടില്ല, പക്ഷേ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ തുക PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട് ഒരു കാരണവശാലും കിട്ടിയതല്ല. പകരം SSKക്ക് കീഴിൽ എന്ത് തന്നെയാണെങ്കിലും അത് പദ്ധതിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും അനുവദിക്കണമെന്ന് നിർബന്ധമുള്ള നിയമപ്രകാരം അനുവദിക്കപ്പെടേണ്ട തുകയാണ് എന്ന തെളിയിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന കണക്കുകളും രേഖകളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള തുക, ആ തുകയും റീഇംബേഴ്സ്മെന്റ് തുകയായിട്ടാണ് ഈ പണം ലഭിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ സർക്കാർ പണം മുടക്കി ആ പണം ചെലവാക്കി കാര്യങ്ങൾ നടത്തി അതിന്റെ കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് പ്രകാരം അനുവദിക്കുന്ന റീഇംബേഴ്സ്മെന്റ് തുകയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതും സൗജന്യ യൂണിഫോമിന്റെയും സൗജന്യ ടെക്സ്റ്റ് ബുക്കിന്റെയും അതിന്റേതായി ചെലവിന് വേണ്ടി അനുവദിക്കപ്പെടുന്ന തുകയാണ്. SSK ഫണ്ടും PM ശ്രീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വേണം കരുതാൻ.